സോ ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പം ആഗ്രയിൽ എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഞാനിപ്പോൾ ട്രോളിയൊക്കെ പിടിച്ചുകൊണ്ട് വരികയാണ്. ബാക്കി കാണുമ്പോൾ അറിയാം എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ആഗ്ര ഫോർട്ടും താജ്മഹലൊക്കെ വിസിറ്റ് ചെയ്യാൻ. സോ ഗായ്സ്, നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ. സോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. സോ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. ദെൻ അതിനുശേഷം നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്, അതായത് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. സോ അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ എല്ലാവരും കാണാം, എല്ലാവരും ശരിയായി നിൽക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഫ്രഷ് ആവേണ്ട ആവശ്യം. എല്ലാവർക്കും കോഫിയുടെ കെറ്റിൽ യൂസ് ചെയ്ത് ചെയ്യുന്നു. ഇവിടെ മൊത്തം ഈ സംഭവങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇതിന് നമുക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കുടിക്കാം. കാരണം എത്രയും പെട്ടെന്ന് കുറിച്ച് ഫ്രഷ് ആയിട്ട് വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ തലവേദന കാരണം നടക്കുകയാണ്, കോഫി അടിച്ചിട്ട് പോകാൻ വേണ്ടി. സോ ഗായ്സ്, ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ്. സോ നമ്മൾ താജ്മഹലൊക്കെ അല്ലേ പോകാൻ പോകുന്നത്. ഫുൾ വൈറ്റ് ഇതാണ്. ഈ ഔട്ട്ഫിറ്റോട് കൂടി ഞാൻ ചെല്ലാൻ പോകുന്നത്. നമ്മളെ നേരെ അടിച്ച് പൊളിക്കുന്നതാണ്. സോ ഗായ്സ്, ഞാനിപ്പോൾ ഔട്ട്ഫിറ്റൊക്കെ റെഡിയായി വന്നിരിക്കുകയാണ്. നമുക്ക് ആൽഫിയോട് ചോദിക്കാം ഇന്നത്തെ ഐവി എങ്ങനെയുണ്ടെന്ന്. സോ ആൽഫി, സോ എന്താണ് ആൽഫിക്ക് നമ്മുടെ ഈ ഒരു ഐവിനെ കുറിച്ച് പറയാനുള്ളത്? നമുക്ക് ഈ ഐവി അടിച്ചു പൊളിക്കണം, സെറ്റ് മാസും ആക്കണം. ഓ സെറ്റ് പൊളിയായി. സോ ഇനി നമ്മൾ ആഗ്ര ഫോർട്ടും താജ്മഹലും കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ടത് എന്ന് പറയുന്നത് ആഗ്ര ഫോർട്ടാണ്. സോ ഇത് പുറത്തുള്ള വ്യൂ ഒക്കെ കണ്ടോ, അടിപൊളിയായിരുന്നു. സോ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറാൻ നോക്കിയത്തേക്ക് പേരുമഴ മീൻസ് ഭയങ്കര മഴയായിരുന്നു. എങ്ങനെയൊക്കെ കുടയൊക്കെ പിടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ദർശനം ആൽബിയൊക്കെ ഉണ്ടായിരുന്നു. അവരെ കൂടെ വലിയ ഇങ്ങനെ അവിടെ ചെന്നെത്തി. ആദ്യം ഞാൻ ചുറ്റും നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി സീനൊക്കെ ആയിരുന്നു. ലൈക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ, പല പല കൾച്ചറിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആർക്കിടെക്ചർ അല്ലേ ബിൽഡിങ്ങിൻ്റെ, അത് പറയാൻ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നടന്ന് അകത്തേക്ക് പോവുകയാണ്. സോ അകത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. സോ എല്ലാവരും ഒരു കിളി പോയി മട്ടാണ്, ലൈക്ക് അതിശയിച്ച് നിൽക്കുകയാണ്. But no statue here because of reason one of king name is Aurangzeb, 6th Mughal emperor. You know about Aurangzeb? So Aurangzeb only just follow the Muslim. So one day they will come here, they destroy the all statues, put here. 3 symbols for the 3. Everything. You can see 1, 2, 3, 4. 4 is there, 3 white, 1 pink. First plus sign, Christian. Second for the mosque. Up it's like a temple. So swastik symbol is Hindu, swastik. So when we go to the next place, then I say the swastik symbols also. സോ നിങ്ങൾക്കും അകത്തേക്കുള്ള എല്ലാം കാണണ്ടേ? സോ എൻ്റെ കൂടെ വാ, കമാണ്. സോ അകത്തേക്ക് പോകുമ്പോൾ മൊത്തം ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്, കാരണം ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊരു പഴയ സംഭവമല്ലേ. സോ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള സീനായിരുന്നു. സോ അത് കഴിഞ്ഞ് നമ്മൾ വെളിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് മാർബിളൊക്കെ വെച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ്. സോ കാണാൻ വളരെ നല്ല അടിപൊളിയാണ്. സോ ഞാൻ അങ്ങനെ ജസ്റ്റ് കറങ്ങിയൊക്കെ നടന്നു. സോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ താജ്മഹൽ കാണാൻ പറ്റുമെന്ന്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, എക്സാക്ട്ലി ഞാൻ ഈ ചൂണ്ടി കാണിക്കുന്ന സംഭവമല്ലേ, അതാണ് നമ്മൾ താജ്മഹൽ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണത്. ഓക്കെ, സോ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ആഗ്ര ഫോർട്ട് ഏകദേശം കണ്ടു കഴിഞ്ഞു. ഇനി റിട്ടേൺ ആവേണ്ട സമയമാണ്. സോ ഞാൻ ബസ്സിലേക്ക് പോവാണ്. ഇവിടെ നിന്നാണ് നമ്മൾ താജ്മഹലിലേക്ക് പോകുന്നത്. ഓക്കെ, സോ ഞാൻ താജ്മഹൽ കാണാം. സോ ഗൈസ്, നമ്മളിപ്പം താജ്മഹലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് വരുന്നത്. സോ ഗൈസ്, നമ്മുടെ ഈ വണ്ടി എടുത്തിരിക്കുകയാണ്. സോ ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് നമ്മൾ അവിടെ പോകുന്നത്. സോ മഞ്ജിമി, എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സെറ്റല്ലേ ദേവന? അവന്റെ ലെഫ്റ്റ് ആണ്, അവന്റെ മൂടുണ്ട് നിനക്ക് കിട്ടാൻ. അവന്റെ ലെഫ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോ അവൻ
സോ നമ്മൾ നടന്ന് അകത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താജ്മഹൽ കാണാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഈ വഴിയോടത്ത് ഒത്തിരി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പേടയുണ്ട് ആദ്യത്തെ പേടാന്നൊക്കെ പറഞ്ഞു. സോ അത് കഴിഞ്ഞിട്ട് നമ്മളെ ദർശൻ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവനായിരുന്നു നമ്മുടെ ലോക്കൽ ഗാർഡിയൻ. സോ അവൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് അവിടെ നടക്കുമായിരുന്നു. അവൻ പറയുകയാണ് ഇവിടെ നർത്തകർ. സോ ഗൈസ് നമ്മൾ ഫൈനലി താജ്മഹലിൽ എത്തിയിരിക്കുകയാണ്. സോ നമുക്ക് താജ്മഹലിന്റെ എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. അടിപൊളി. സൂപ്പർ. ഒരു രക്ഷയില്ല. അങ്ങനെ താജ്മഹൽ കാണുക എന്നൊരാഗ്രഹം സാധിച്ചു. ഹലോ ഗായ്സ്, ഇപ്പം ഞാനിപ്പം നമ്മൾ താജ്മഹലിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. സോ അതിന് ബ്യൂട്ടിഫുൾ ആണ്. കാരണം അത് ഞാൻ ലൈഫിൽ കണ്ട ഏറ്റവും ഒരു ബ്യൂട്ടിഫുൾ സാധനമാണ് എനിക്ക് താജ്മഹൽ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്ത് ഭംഗിയാണ്. ആ മാർബിളാണെന്ന് പറയും, ഇതെന്തോ സംതിങ് മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ താജ്മഹൽ. സോ ഹേ ഗായ്സ്, ഞാനിപ്പോൾ താജ്മഹലിന്റെ എക്സാക്ട്ലി ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. സോ ഇതൊരു മൈൽ സ്റ്റോൺ ആണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും താജ്മഹൽ കാണാൻ പറ്റിയത്. സോ ഏറ്റവും അടുത്ത് തന്നെ നിൽപ്പുണ്ട്. സോ എല്ലാവരും കൂടെയുള്ള എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. സോ ഗായ്സ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തേരപ്പര നടക്കുവാണ് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. സോ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ നോക്കിയ സമയത്ത് ഇങ്ങനൊരു അടിപൊളി സീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ഈ സീനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മടങ്ങുന്ന നേരത്ത് രാവിലെ നമ്മൾ കണ്ട, അതായത് നമ്മൾ നേരത്തെ കണ്ട അതേ ഷോപ്പുകൾ തന്നെയാണ് വിത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ. നല്ല രസമായിരുന്നു. അതിനോടൊപ്പം തന്നെ ആൽബിക്ക് ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ വാങ്ങണമായിരുന്നു. സോ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ പോയി വാങ്ങിച്ചു. സോ ഫൈനലി ഒരു കോംപ്ലിമെൻ്ററി DJയും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഫുഡ് ഞങ്ങൾ അവിടെ നല്ല കഴിച്ചത്, പുറത്തുനിന്ന് കഴിച്ചത്. സോ ഫുഡ് എന്ന് പറയുമ്പം ഇതൊക്കെയാണ് നമ്മൾ കഴിച്ചിരുന്നത്. സോ ഇന്നത്തെ IV ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.